ദേവദൂതൻ 4K 24 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും തിയേറ്ററിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ ഈ നട്ടപ്പാതിരയ്ക്ക് സിനിമ കണ്ടപ്പോഴും ഏകദേശം ഹൗസ്ഫുൾ എന്ന് തന്നെ പറയാം. അത് അത്രമാത്രം ആളുകളുണ്ട്. ഒരു പക്ഷേ ഞാനിപ്പോൾ രാവിലെ രായനാണ് പോരുന്നത്, കഴിഞ്ഞ് ഡെഡ്പൂൾ കണ്ടു. രണ്ടിന്റെ റിവ്യൂ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഒരു ദേവദൂതൻ കാണാൻ പോകാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തുള്ള അതിനുള്ളൊരു ഉത്തേജകം അല്ലെങ്കിൽ ആ ത്വരയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മളിതൊക്കെ മൊബൈലിൽ ഒരുപാട് തവണ ഈ സിനിമ കണ്ടിട്ടുണ്ട്. അന്ന് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇത് വൻ ഫ്ലോപ്പ് ആയിരുന്നു. ഇപ്പോ സിബിമലിലാണെങ്കിലും അല്ല വിദ്യാസാഗർ ആണെങ്കിലും, വിദ്യാസാഗറൊക്കെ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു മാജിക് ആണ്. സോ അങ്ങനെയൊക്കെ അവർ ചെയ്തു വെച്ചിട്ട് അതിന് കിട്ടേണ്ട യാതൊരു വിലയും കിട്ടാതെ അത് വൻ ഫ്ലോപ്പായി പോയി. അതിനുശേഷം നമ്മളടക്കമുള്ള ആളുകൾ ഇത് യൂട്യൂബിലും മറ്റു മാർഗത്തിലൊക്കെ നമ്മൾ മൊബൈലിൽ ഇത് കണ്ട് ഇത് ഒരു കിടിലൻ സിനിമയാണല്ലോ, അല്ലെങ്കിൽ അർഹിക്കുന്ന അംഗീകാരം ഇതിന് കിട്ടിയിട്ടില്ലല്ലോ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പരിധി വരെ അതായിട്ടുള്ളൂ. കാരണം അത് തിയേറ്ററിൽ റിലീസ് ആവുക, അവിടെ കുറെ ആളുകൾ പോയിരുന്ന് കാണുക, എന്നിട്ട് അതിന്റെ നല്ല വശങ്ങൾ പറയുക എന്ന് പറയുന്നത് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള വല്ലാത്തൊരു ത്വരയാണ് എന്നെ ഈ നട്ടപ്പാതിരേക്കും തിയേറ്ററിലേക്ക് അയച്ചത്. സോ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഇറ്റ്സ് എ വണ്ടർഫുൾ ഫീലിംഗ്. ഒരു 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 എന്താ പറയുക, ഒരു മ്യൂസിക്കൽ ട്രീറ്റ് ആണ് ഈ സിനിമ. വിദ്യാസാഗർ എന്ന് പറയുന്ന മജീഷ്യൻ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫീല്, അത് ഒരു 4Kയിൽ ആ ഒരു ഡോൾബി അറ്റ്മോസിൽ വലിയ സ്ക്രീനിൽ ഇരുന്ന്, അതും ഏകദേശം ഈ പറഞ്ഞ പോലെ ഏകദേശം ഹൗസ്ഫുൾ എന്ന് തന്നെ പറയാം. അത്രമാത്രം ആളുകൾ ഉണ്ടായിരുന്നു. അവരും എന്നെ പോലെ ഒരു പക്ഷേ രാവിലെ ഈ പുതിയ ഒരുപാട് സിനിമകൾ റിലീസ് ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എന്നാൽ ഈ ആഗ്രഹത്തിന്റെ പുറത്ത് എന്തായാലും കാണണം എന്ന് വിചാരിച്ച് ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കാണുന്നതിന്റെ ഒരു ഫീല് ഭയങ്കരം തന്നെയായിരുന്നു. ഞാൻ പറയട്ടെ, ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള പോലെ തന്നെ ഇതിലെ പാട്ടുകളാണ്. വിദ്യാജിയുടെ പാട്ടുകളാണ്. അത് ഭയങ്കര ഒരു വാം ഫീലായിരുന്നു അത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതുപോലെ ഇത്രയും ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ തുടക്കത്തിലുള്ള ജഗദീഷ് ചേട്ടനും ലാലേട്ടനും തമ്മിലുള്ള ചില കോമ്പിനേഷൻ കോമഡികളും മറ്റു സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൻട്രോ സീൻ ആണെങ്കിലും അതല്ലാതെ ഇതിൽ കുറെ നല്ല 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 കുറെ മൊമെന്റ്സ് ഉണ്ടല്ലോ ഈ സിനിമയിൽ. അപ്പോൾ ആ സമയത്തൊക്കെ കയ്യടിയും ആ ഒരു സന്തോഷവും അത് ഒരു വേറെ ഫീലാണ്. ഒരു പുതിയ സിനിമ കാണാൻ പോവുക എന്നുള്ളതല്ല, നമുക്കത് അറിയാം എന്താണ് സംഭവിക്കുക, ഇനി എന്താണ് ഈ സിനിമയിൽ ഉള്ളത്, നമ്മൾക്ക് കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്, അത്രയും തവണ നമ്മൾക്ക് മൊബൈലിൽ കണ്ടിട്ടുണ്ടാവും. എന്നിട്ടും ഈ സിനിമ കാണുമ്പോൾ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു മൊത്തത്തിൽ എല്ലാവരും കൂടെ കൂടിയിരുന്ന ഒരു റീയൂണിയൻ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഈ സിനിമ സമ്മാനിച്ചിട്ടുള്ളത്. ഒരു മാജിക്കൽ ഫീൽ തന്നെയാണ്. സിനിമ കഴിഞ്ഞ് ഇത്രയും നേരമായിട്ടും അത് കണ്ടു കഴിഞ്ഞതിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സന്തോഷമൊന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. പിന്നെ ഇതിൽ കുറേ സീൻസ് ഒക്കെ ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാലും അയ്യോ ആ സീൻ അവർ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ എന്ന് തോന്നാത്ത രീതിയിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ 4Kയിൽ നമ്മുടെ ലാലേട്ടനാണെങ്കിലും മഹേശ്വർ ആണെങ്കിലും അതുപോലെ ഇതിലെ നായികയായിട്ടുള്ള ആളുകളാണെങ്കിലും ഇവരൊക്കെ ഒരു 4Kയിൽ ആ വലിയ സ്ക്രീനിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടനെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യും ഈ സിനിമ കാണുമ്പോൾ. ഇങ്ങനൊരു ലാലേട്ടൻ ഉണ്ടായിരുന്നല്ലോ, പുള്ളിയുടെ അവസ്ഥയാണല്ലോ ഇപ്പോൾ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഏതൊരാളാണെങ്കിലും ഒരു ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടു എന്ന് എനിക്കറിയില്ല. കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വേണോ വേണ്ടയോ എന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് കാണുക. കാരണം നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. ആ വലിയ സ്ക്രീനിൽ ഈ പറഞ്ഞ പോലെ ഒരു 4Kയിൽ ഇത് കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. പിന്നെ ഇതിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട് സിനിമയിൽ. അത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ, എല്ലാവർക്കും അത് കാണാപ്പാടായിരിക്കും പല ഡയലോഗ്സ് വരെ. അതല്ലാണ്ട് ഇതിൽ വന്നിട്ടുള്ള മ്യൂസിക്, അത് നമ്മൾ ഈ മൊബൈലിൽ കാണുന്ന പോലെയല്ല. നമ്മൾ അല്ലെങ്കിൽ ഫുൾ വോളിയത്തിൽ ഹെഡ്സെറ്റ് വെച്ച് കാണുന്ന പോലെയല്ല. ഈ തിയേറ്ററിൽ ഭയങ്കര ഒരു ഓളം, അത് ഭയങ്കരമായിരുന്നു. അത് ആ സമയത്ത് ആളുകളൊക്കെ നമുക്കത് അറിയാൻ പറ്റും. തൊട്ടടുത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ അതിലിങ്ങനെ അലിഞ്ഞിരിക്കുന്ന ഒരു ഒരു അവസ്ഥ, അതിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സ്ഫടികം ഇതുപോലെ ഒരു മാസ് സിനിമയാണ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സ്ഫടികത്തിന്റെ റിലീസ് വന്ന സമയത്ത് ആ തിയേറ്ററിൽ പോയി കണ്ട ഒരു എക്സ്പീരിയൻസ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി കുറച്ചുകൂടെ മനസ്സിന് സന്തോഷം കിട്ടിയത് സത്യം പറഞ്ഞ ഈ സിനിമയെ കണ്ടതിന് ശേഷമാണ്. നമ്മുടെ നാട്ടിൽ ഇവിടെ നിന്ന് റിലീസ് ഇല്ല, അതുകൊണ്ട് തന്നെ കുറെ ദൂരം അപ്പുറത്ത് പോയിട്ടാണ്, മഞ്ചേരി പോയിട്ടാണ് ഞാൻ സിനിമ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ വരെ പോയി സിനിമ കാണാനുള്ള കാരണം എന്തായിരുന്നു, അത് വ്യക്തമായിട്ട് എനിക്ക് എനിക്ക് അതിന്റെ ഒരു കറക്റ്റ് ഞാൻ ഉദ്ദേശം എന്തായിരുന്നു അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്. സോ കണ്ടിട്ടുള്ള ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇനി ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, റിലീസിന് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി മണിച്ചിത്രത്താഴ് വരാനുണ്ട്, അത് തീർച്ചയായിട്ടും സിനിമ പോയി കാണും. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഇതൊക്കെ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള സിനിമകളാണ്. അതുപോലെ ഗുരു, ഇനി എന്നെ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമ. അങ്ങനെ മമ്മൂക്കയുടെയും ദിലീപ് ഏട്ടന്റെയും ഒക്കെ സിനിമകൾ അങ്ങനെ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സിനിമകളുണ്ട്.
സോ അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് പറ്റുമെങ്കിൽ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.